കണ്ടില്ലേ? ഇന്ന് 7 മണിക്ക് സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയാണ്. സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയുടെ ആ ഒരു പോസ്റ്റിന്റെ എഴുത്ത് എന്താണ്, ടൈറ്റിൽ എന്ന് കണ്ടോ? ദുരന്തപാതയോ എന്നാണ്. ദുരന്തപാതയോ എന്നാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല ചർച്ച. ഇന്ന് ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ആ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം ആരുണ്ടാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ ടി സിദ്ദിഖ് അടക്കമുള്ള UDFകാർ വിചാരിക്കുന്നുണ്ടായിരിക്കുക ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പിണറായി വിജയന്റെ തലയ്ക്ക് അങ്ങോട്ട് ഇട്ടിട്ട് രക്ഷപ്പെടാമെന്നാണ്. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു പാത നിർമ്മിക്കാമെന്നുള്ള എല്ലാ അനുമതിയും കൊടുത്തിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്നാണ്. കൃത്യമായിട്ടും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ആ ഒരു പാതയ്ക്കുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതുമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത് പിണറായി വിജയന്റെ തലക്കിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. അത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ എങ്ങനെ കൈ കഴുകി രക്ഷപ്പെടുകയാണ്. വെറുതെ ഒരാവശ്യമില്ലാതെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ തലക്കിട്ടിട്ട് രക്ഷപ്പെടുക. ഇതാണോ ഈ ഒരു സമയത്ത് വേണ്ടത് എന്നുള്ളത് കൃത്യമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നോക്കൂ, VD സതീശനെ ഇത്രയധികം കണക്കറ്റ് സ്നേഹിക്കുന്ന വേറൊരു മാധ്യമപ്രവർത്തക ചിലപ്പോൾ നമ്മുടെ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല. അത്രയധികം സ്നേഹമാണ് VD സതീശനെ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരെ എന്താണ് സ്മൃതീശൻ എന്നടക്കം വിളിക്കാറുണ്ട്. പക്ഷേ അത്തരം പരിഹാസ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് പ്രൈം ടൈം ഡിബേറ്റ് ആയിട്ട് ദുരന്തപാതയാണോ എന്ന ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടുവന്നിരുത്തുകയും പിണറായി വിജയനെ കണക്കറ്റ് തെറി പറഞ്ഞിട്ട് ആ വന്ന ആളുകളൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തു. സംഗതി അവിടെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നീട് 3-4 പേരും കൂടിയുള്ള ചർച്ചയ്ക്കിടയിലാണ് കൃത്യമായിട്ടും അതിന് ചില ഉത്തരങ്ങളൊക്കെ കിട്ടുന്നത്. എനിക്ക് തോന്നിപ്പോയത് ഇതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ 1-2 ആൾക്കാരിൽ ഒന്ന് അത് മീഡിയ 24 ചാനൽ, പിന്നെ മാധു എന്ന് പറയുന്ന ഇതേ ചാനലിലെ മറ്റൊരു മാധ്യമപ്രവർത്തക, പിന്നീട് ഒരുപക്ഷെ VD സതീശൻ തന്നെ അത് പറഞ്ഞു. 250 ചില്ലറ മില്ലി മഴ പെയ്തു, പക്ഷേ റെഡ് സോൺ പ്രഖ്യാപിക്കലുണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, അവിടെ കിടക്കട്ടെ. ഒപ്പം തന്നെ മീഡിയ 1 ഒരു മാധ്യമപ്രവർത്തകൻ കൂടി സത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർജവമില്ലാതായി പോയി എന്നുള്ളതാണ് നമ്മുടെ മാധു അടക്കമുള്ള ആളുകൾ പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട് ചില യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2 IAS ഉദ്യോഗസ്ഥർ, ഈ പറയുന്ന അദില അബ്ദുള്ളയും മറ്റൊരു IAS ഉദ്യോഗസ്ഥനും പങ്കെടുത്തിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതിൽ ചില നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായി മുന്നോട്ട് പോയില്ല എന്നതാണ് അതിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അവിടെ യോഗം ചേർന്നിട്ടുണ്ട്, അതിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണ ഇത് വയനാട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ കൃത്യമായിട്ട് അവിടുത്തെ നിലത്തെയും അവിടുത്തെ അവസ്ഥയും അറിയുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വർക്ക് സൈറ്റിലേക്ക് പോയിക്കൊണ്ട് എന്തായിരിക്കും മഴ പെയ്ത് അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടുകയും നിർദ്ദേശം നൽകുകയും മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ ഇത് ഈ മാധു പറയുന്ന പോലെ നമ്മുടെ നിയമങ്ങളെല്ലാം അട്ടപ്പുറത്ത് അവിടെ വെച്ചിരിക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്. അത് നടപ്പിലാക്കാൻ ആർജവമുള്ള നട്ടലുള്ള ഭരണാധികാരികൾ വേണമെന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ കേൾക്കണം. വയനാട് ജില്ലാ കളക്ടർ നൽകിയിടുമ്പോൾ മഴ മുന്നോട്ട് വെക്കാൻ എന്ന കാര്യമുണ്ട്. അവിടെ കൂട്ടിയിട്ട മണ്ണ് നിലവിൽ ടാർപോളിന് ഉപയോഗിച്ച് വെള്ളം ഇറങ്ങാത്ത വിധം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ മണ്ണ് സൂക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലമില്ല എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മണ്ണ് കൂട്ടിയിട്ട ഭാഗങ്ങളിലെ ഈ ഒറിജിനൽ ഗ്രൗണ്ടിന്റെ മണ്ണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് മാറ്റണമെന്ന് അടക്കമുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഈ കരാർ കമ്പനി പാലിച്ചിട്ടില്ല. നോക്കൂ, ഈ കരാർ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റും ഈ കരാർ കമ്പനിയും കിഫ്ബിയും ഉൾപ്പെട്ട ഒരു ത്രികക്ഷി കരാറാണ്. ഇതിന്റെ ഉത്തരവാദിത്തം നടപ്പാക്കുന്നവർക്ക് മാത്രമല്ല, നടപ്പാക്കുന്ന കരാർ കമ്പനി ഇത് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൃത്യമായ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ്. അതിനാണ് ദുരന്ത നിവാരണ ആക്ട് നിലവിലുള്ളത്. കരാർ കമ്പനി അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ DM ആക്ട് എടുത്ത് പ്രയോഗിക്കാനുള്ളതാണ്, അട്ടത്ത് വെക്കാനുള്ളതല്ല. അതാണ് ഈ പറയുന്നത്. അവിടെയുള്ള ഒരു മണ്ണ് അവിടെ കൂട്ടിയിട്ടത് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ ആ പറഞ്ഞത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, മഴ വരുന്നതിന് മുമ്പ് അത്ര നിർദ്ദേശങ്ങളൊന്നും അവർ പാലിച്ചിട്ടില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമമുണ്ട്. മാധു പറയുന്ന പോലെ ആ നിയമം എടുത്തിട്ട് അട്ടപ്പുറത്ത് കയറ്റി വെക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്, അത് പ്രയോഗിക്കാനുള്ളതാണ്. അത് പ്രയോഗിച്ചില്ല. അത് പ്രയോഗിക്കാൻ മാത്രം താക്കത്തുള്ള ഒരാൾ നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് പറയുന്നത് ഇന്ന് 24 ചാനലിലാണ്. അത് കേൾക്കുക തന്നെ വേണം. ഞെട്ടലോടെയാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. പെട്ടെന്ന് ആ മഹാദുരന്തം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ വല്ലാത്ത ഓർമ്മകളിലേക്ക് എടുത്തെറിയപ്പെട്ടു. പക്ഷേ വ്യത്യാസമുണ്ട്. മുണ്ടക്കൈയിൽ കണ്ടത് മനുഷ്യൻ പൂർണ്ണമായി നിസ്സഹായനായി പോയ, ആരാലും തടുക്കാനാവാത്തൊരു മഹാദുരന്തം. ഇത് പക്ഷേ കള്ളാടിയിൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമാണ്. അപകട സാഹചര്യം ജില്ലാ ഭരണകൂടവും പൊതുമരാമത്തൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. അശാസ്ത്രീയമായ മണ്ണ് സംഭരണം, തുരങ്ക നിർമ്മാണത്തിന് തുരന്നെടുത്ത മണ്ണ് ഹ്യൂജ് വോളിയം, അത് മലമുകളിൽ കുന്നുകൾ കണക്കെ കൂട്ടിയിട്ടത് മഴവെള്ളത്തിൽ ചെളിപ്രവാഹമായി താഴേക്ക് ഇരച്ചെത്തിയതാണ്. ആ മണ്ണ് മാറ്റണം എന്ന ആവർത്തന സ്വഭാവത്തിൽ പറഞ്ഞു. കമ്പനി പക്ഷെ പുല്ലുവില കൊടുത്തിട്ടില്ല. ക്രിമിനൽ അനാസ്ഥയാണ്. ഞങ്ങൾ പറഞ്ഞു, അവർ കേട്ടില്ല എന്ന സിമ്പിൾ ലോജിക്കിൽ മാത്രം സർക്കാർ അഭയം കണ്ടെത്താനാകോ? ഇല്ല. പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ് ഇച്ഛാശക്തിയുള്ള ഭരണകൂടം. അതാണ് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അത് അനുസരിപ്പിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വേണം. അല്ലാതെ ഈ ദുരന്തം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ അവിടെ കത്ത് കൊടുത്തായിരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തായിരുന്നു, ഞങ്ങൾ നോട്ടീസ് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ഒരു ഭരണകൂടം ഒരു കാര്യം നടപ്പിൽ വരുത്താനാണ്. അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും വെച്ചില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ. ആ ബെക്കാഡിക്ക് വേണ്ടി ഒപ്പിടാൻ വേണ്ടി നടത്തിയ ഒരു ധൃതി ഉണ്ടല്ലോ, ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പിടാൻ വേണ്ടി നടത്തിയ പുലരാങ്കാലങ്ങളിലൊക്കെ നടത്തിയ ഒരു ധൃതി ഉണ്ടല്ലോ, ആ ധൃതിയുടെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം അവിടെ വരില്ലായിരുന്നു എന്ന് തന്നെയാണ്. ലാൻഡ് സ്ലൈഡ് വരാം, സ്ലൈറ്റ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡിലൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടിയിട്ട മണ്ണടക്കം അതിഭീകരമായ രീതിയിൽ ഒലിച്ചു വരുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ പ്രോബ്ലം അതിലേക്ക് ഒരു കാരണവശാലും വരില്ലായിരുന്നു. അപ്പോൾ ഇത് വെറുതെ പറയുകയല്ല. ഇതുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത്, പൂക്കിച്ചിരി മാത്രം കൊണ്ട് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പൂക്കിച്ചിരി മാത്രം മതിയോ? ഈ ഒരു പൂക്കിച്ചിരിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതാ കേരളം ഒരു ദുരന്തത്തെ കൂടി അഭിമുഖീകരിക്കുകയാണ്. ഇതും ഒരു ചിരിയിൽ ഒളിപ്പിച്ചു വെക്കാനുള്ളതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞ് ഇനിയും നിങ്ങൾ കേൾക്കുക തന്നെ വേണം. അവിടെ നിന്ന് മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകണം. അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം. ഇതിന്റെ സംഭവം എന്താണെന്ന് അറിയാമോ? പ്രോജക്ട് നിർത്തിവെച്ചത് എവിടെയാണ്? ടണലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ ആളുകൾ ഉണ്ടായിരുന്നത് അവിടുത്തെ മണ്ണു നീക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അവരെ ഇന്ന് അവിടെ ഒരു വാഹനം വന്നിട്ടുണ്ടല്ലോ, തൊഴിലാളികളുമായി വന്ന വാഹനം. ഇവരെന്താ കാണാമെന്നാണോ? അവിടെ ആ പ്രോജക്ട് നിർത്തിവെച്ചിരുന്നു, പണി നടന്നില്ല എങ്കിൽ എന്തിനാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത്? ഈ തൊഴിലാളികൾ അവിടെ വന്ന സമയത്ത് ആ വാഹനം കിടക്കുന്ന കിടപ്പ് നമ്മൾ കണ്ടോ? ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇതുണ്ടായിരുന്നെങ്കിലോ അട്ടപ്പടലും ഈ തൊഴിലാളികൾ അടക്കം പോകും. ഇത്രയും ആളുകൾ പോലും എന്തായാലും മാധു പറയുന്നതിനെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. കാരണം തെളിവുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റിനെതിരെയാണ്. ആർജവത്തോടു കൂടിയിട്ട് ബെക്കാഡിക്ക് ഒപ്പിടാൻ വേണ്ടിയിട്ടും പ്രതികാര നടപടികൾക്കും പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുവാനും സ്വന്തം കുടുംബത്തിലെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും എല്ലാം പല പോസ്റ്റുകളിലേക്ക് നിയമിക്കുവാനും ഒക്കെയുള്ള ധൃതിക്കിടയ്ക്ക് വയനാടിനെ മറന്നുപോയി. അല്ലെങ്കിൽ ഇവർ പണ്ടേ വയനാടിനെ മറന്നുപോയ ആളുകളാണ്. 100 വീടുകൾ കെട്ടിക്കൊടുക്കാം, 500 വീടുകൾ കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വായുവിലിരുന്ന് 300 വീട് കെട്ടിക്കൊടുത്ത ആളുകളാണ്. അത് പിന്നീട് 100 വീടായി യാഥാർത്ഥ്യത്തിലേക്ക് ചുരുങ്ങി. ആ 100 വീടിന്റെ കല്ലിടൽ കഴിഞ്ഞു. ആ കല്ല് പോലും കാണാനില്ല. അവിടെ ഇപ്പോൾ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ തന്നെ പകുതി വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇത്തരത്തിലുള്ള ആളുകൾ ഇനി എന്ത് ചെയ്യും? ഇപ്പോഴത് പറയുന്നു, ഇത് ഞങ്ങളുടെ ചുമതലയിൽ പെട്ടതല്ല, PWയുടെ തലക്കിടണ്ട എന്നാണ് ഇപ്പോൾ ഒരു മന്ത്രി വന്ന് പറയുന്നത്. ഞങ്ങളെ തലക്കിടണ്ട, നിങ്ങൾ ഞങ്ങളെ തലക്കിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, എന്റെ തലക്കിടണ്ട എന്ന് തന്നെയാണ് ഒരു മന്ത്രി പറയുന്നത്. എവിടത്? PWയുടെ വർക്ക് സൈറ്റ് അല്ല. കൊങ്കൺ റെയിൽവേക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തുരങ്കപാത നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ കോൺട്രാക്ട്. നുണ, പച്ച നുണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വർക്കിന് ഇവിടുത്തെ PWDക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്നത്? എങ്ങനെയാണ്? കേൾക്കണം നിങ്ങൾ അതിനെ. ഇന്നൊരു മന്ത്രി പറഞ്ഞിട്ട് പറഞ്ഞത് എന്താ? പൊതുമരാമത്ത് വകുപ്പിന് ഞങ്ങൾക്ക് ഇതുമായി ഒന്നും ഉത്തരവാദിത്തമില്ല, ഇത് കിഫ്ബിയുടെ കീഴിൽ കൊങ്കൺ റെയിൽവേ നടത്തുന്ന പദ്ധതിയാണ്.
ശുദ്ധമായ കള്ളത്തരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന് ഈ പദ്ധതിയുടെ തുടക്കം തൊടൽ തന്നെ ഉത്തരവാദിത്തമുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് അവരുടെ നേട്ടമായി അവതരിപ്പിച്ച പദ്ധതിയല്ലേ. അങ്ങനെ ഒരു സർക്കാർ മാറുമ്പോഴേക്കും ഉത്തരവാദിത്തം ഇല്ലാതാകുക. ഇനി നിലവിൽ പദ്ധതി പൂർണ്ണമായും 25 മിനിറ്റ്സ് ആണ്. നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. പോരെ ഇത് മീഡിയ 1 ചാനലാണ്. ഇന്ന് 24 ചാനല്, മീഡിയ 1 ചാനല്, ഒപ്പം റിപ്പോർട്ടർ ചാനലും യാഥാർത്ഥ്യമായിട്ട് തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് ഇതിൽ പങ്കുണ്ടെന്നേ. നമ്മുടെ ഉത്തരവാദിത്ത മന്ത്രിമാർക്ക് ഇത് എന്റെ വകുപ്പിൽ പെട്ടതല്ല, ഞാനിതിൽ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോവുകയാണ്. നോക്കൂ, ഇനിയും കേരളം 5 വർഷം ഭരിക്കാനുള്ളത് ഇതേ ടീം തന്നെയാണ്. ഒരു പക്ഷേ കേരളം ഇതിനേക്കാൾ ഭീകരമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാം. നമ്മുടെ ജീവിതം മുഴുവൻ ഒരുപക്ഷെ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ വരാം. സാധ്യതകളാണ്, നമുക്ക് അത്ര സാധ്യതകളൊന്നും തള്ളിക്കള. അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെ, എന്തെങ്കിലും ഒരു അണുക്കളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരു ചോദ്യചിഹ്നം പോലെ നിർത്തുന്ന സന്ദർഭങ്ങൾ ഇനിയും വരാം. അപ്പോഴെല്ലാം ഇവരെന്തു പറയും? അയ്യോ, ഇത് എന്റെ ചുമതലയിൽപ്പെട്ടതല്ല, അല്ല ഇത് എന്റെ ചുമതലയിൽപ്പെട്ടതല്ല, ഇത് പിണറായി വിജയന്റെ കുറ്റമാണ്. എത്ര കാലം ഇവർ പിണറായി വിജയനെ കുറ്റം പറഞ്ഞു നടക്കും? ഇനി വരാൻ പോകുന്ന 5 വർഷം, ഇവർ ഭരിക്കാൻ പോകുന്ന 5 വർഷവും പിണറായി വിജയനെ കുറ്റം പറഞ്ഞു മാത്രം ഇവർ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ എന്തിനാണ് ഇവർ അധികാരത്തിൽ കയറിയിട്ടുള്ളത്? അത് മുഴുവൻ അവിടെ അഴിച്ചു വെച്ച് അധികാര കസേര ആ പിണറായി വിജയൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ നല്ലത്. കാരണം എന്തു വന്നാലും അദ്ദേഹത്തിന് നെഞ്ചത്തേക്കാണ്. താങ്കൾ തന്നെ വന്നിരുന്നിട്ട് ഇത് മുഴുവൻ നെഞ്ചത്തേക്ക് അങ്ങോട്ട് ഏറ്റുവാങ്ങിക്കൊള്ളൂ എന്നിട്ട് പറഞ്ഞാൽ പോരെ? മഹാകഷ്ടമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഇങ്ങനൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരാതികൾ ആരോട് ചെന്ന് പറയും? എവിടെ മുട്ടും? ഏതു വാതിലാണ് നമുക്ക് വേണ്ടിയിട്ട് സഹായഹസ്തങ്ങൾ തുറക്കുക? ബൈ.